നമസ്കാരം. ഞാൻ പറഞ്ഞു തീവ്രവാദത്തിൽപ്പെട്ട ആളാണ് ഈ ചാനലിൽ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞു. തീവ്രവാദം എന്ന് പറഞ്ഞാൽ തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി, മിതമായി സംസാരിക്കുന്നവൻ മിതവാദി. ഇത് കട്ടവന്റെ തലയിൽ കൂടെയിരിക്കുന്ന പറഞ്ഞപ്പോൾ തപ്പിയതുപോലെ അവരുടനെ മതതീവ്രവാദി എന്നാക്കി. മതതീവ്രവാദി എന്ന് പറഞ്ഞിരിക്കുക അയാൾ അറിയാൻ പാടില്ലല്ലോ. അയാൾ ആരാണെന്ന് എനിക്കറിയാം, എന്താണെന്നറിയാം, അയാൾ മറ്റു ബാക്ക്ഗ്രൗണ്ട് എന്നറിയില്ല. മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറയാതെ പോയതാണ് അവസരമിക്കുന്നത്. അയാൾ അതായിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ തലയെ തപ്പി കള്ളൻ പുഴൻ കൂടെ ഇരിക്കുന്നത് തലയെ തപ്പിപ്പോയത്. ഞാൻ അങ്ങനെ ആരെ പറ്റി വന്നില്ല. തീവ്രവാദി അത് ഇനിയും പറയും. വേറെ ചാനലൊക്കെ ഉണ്ടായിരുന്നില്ല, അവരാരും ഇങ്ങനെ സംസാരിച്ചില്ലല്ലോ. തീവ്രവാദമായി സംസാരിച്ചവൻ അവൻ ആരായാലും അവൻ തീവ്രവാദി. തനിക്കെതിരെ തീവ്രമായി സംസാരിച്ചാൽ തീവ്രവാദി എന്ന് തന്നെ വിളിക്കുമെന്നാണ് വെള്ളാപ്പള്ളി ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. താൻ തീവ്രവാദി എന്ന് വിളിച്ച മാധ്യമപ്രവർത്തകൻ അയാൾ ഏത് മതസ്ഥനാണ് എന്ന് പോലും തനിക്കറിയില്ല. തീവ്രമായി സംസാരിച്ചുകൊണ്ടാണ് താൻ തീവ്രവാദി എന്ന് വിളിച്ചത്. മിതമായിട്ട് സംസാരിക്കുന്നതിന് മിതവാദി എന്ന് വിളിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അല്ലാതെ താൻ മത തീവ്രവാദി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതെന്തോ ആവട്ടെ, കഴിഞ്ഞ ദിവസം അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് ശേഷം ചില കൂട്ടർ, അത് വിവിധ പാർട്ടിയിലുള്ള ആളുകളാണ്, അവരെല്ലാം കൂടെ ഒന്നിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതിൽ മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPM-ലെയും CPI-ലെയും ഒക്കെ ഉണ്ട്. ചില പ്രത്യേക കൂട്ടർ ഒന്നിച്ച് വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നൊരു കാഴ്ച കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ മലപ്പുറത്തെ കോൺഗ്രസിൻ്റെ അവിടുത്തെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന വ്യക്തി, ഒരു ഹാരിസ് മുതൂർ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു പടി കൂടി കടന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് ക്യാഷ് അവാർഡും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്നും നടക്കാത്ത സ്വപ്നമാണ് എന്ന് അയാൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, പ്രകോപിപ്പിച്ച് നോക്കുകയാണ്. കാരണം സംഗതിയൊക്കെ ശരിയാണ്. വെള്ളാപ്പള്ളി നടേശനോടും NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായരോടൊക്കെ അവരുടെ സമുദായ അംഗങ്ങളിൽ പലർക്കും വിയോജിപ്പും എതിർപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ, അതായത് SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് എതിർപ്പുള്ളവർക്ക് പോലും പക്ഷേ ആ സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനം, അതായത് കേരളത്തിലെ ഒരു സമുദായം, ഏറ്റവും വലിയ സമുദായത്തിൻ്റെ തലവനായിട്ടിരിക്കുന്ന ആ വ്യക്തിയെ കൊണ്ട് കരിയോലൊഴിക്കാനും മാത്രമുള്ള അങ്ങനെ തൻ്റെ ഇടമുള്ള ഒരു ജിഹാദിയും ഒരു നാമധാരിയും കേരളത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സംഘികളോട് പോലും ഒരുപക്ഷെ നിങ്ങൾ മുട്ടാൻ മടിക്കത്തില്ലായിരിക്കും, പക്ഷേ ഇവരോട് മുട്ടുന്നത് കുറച്ച് സൂക്ഷിച്ച് വേണം. ഇത് പറയാനുള്ള കാരണം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് മറ്റൊരു സംഭവം അരങ്ങേറിയിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത്. അന്നും മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളിയുടെ ചില പരാമർശങ്ങൾ വന്നു. മുസ്ലിം ലീഗുകാർ പതിവ് പോലെ തന്നെ മറ്റ് ആളുകളെയൊക്കെ ഈ വളഞ്ഞിട്ട് ആക്രമിച്ച് നിരായുധരാക്കുന്ന പോലെ ഒന്ന് ശ്രമം നടത്തി നോക്കി വെള്ളാപ്പള്ളിക്കെതിരെയും പറയാൻ വേണ്ടിയിട്ട്. വെള്ളാപ്പള്ളിയുടെ കോലവും മറ്റുമൊക്കെ അവർ കത്തിക്കുകയുണ്ടായി. ഇതേപോലെ തന്നെ രൂക്ഷമായ രീതിയിൽ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരിച്ചു. മലപ്പുറത്തുള്ള SNDPക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലപ്പുറത്തിട്ട് പാണക്കാട് തങ്ങളുടെ കോലം കത്തിച്ചവർ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും, അല്ല എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ CPM-ഓ CPI-യോ ആ മുന്നണിയിലുള്ളവർ പോലും ഇന്നുവരെയും ചെയ്തിട്ടില്ല. പാണക്കാട് തങ്ങളുടെ കോലം കത്തിക്കുക എന്ന സംഗതി ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്തിട്ടില്ല, BJP-യും ചെയ്തിട്ടില്ല. അവിടെ SNDP അത് ചെയ്തു. അവരെ കൊണ്ട് അതിന് ചെയ്യാൻ ഇവർ വഴിയൊരുക്കി കൊടുത്തു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രസ്ഥാനത്തിൻ്റെ SNDPയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ കോലം ലീഗുകാർ കത്തിച്ചപ്പോൾ അവർ പാണക്കാട് തങ്ങളുടെ കോലം മലപ്പുറത്തെടുത്ത് ഇട്ട് കത്തിച്ചു. അന്ന് ഞെട്ടിപ്പോയത് അവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ അനുഭവമാണ്, അവരെ സംബന്ധിച്ച് ആദ്യ അനുഭവമാണ്. ഇപ്പോൾ ഇരിക്കുന്ന പാണക്കാട് തങ്ങൾ ആരാണെന്ന് എത്ര പേർക്ക് അറിയാമെന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഒരു കാലത്ത് പാണക്കാട് തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFൻ്റെ അവസാന വാക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും അധികാരമൊക്കെ അവരുടെ ഭാഗത്താണെങ്കിലും മുൻപ് ഉണ്ടായിരുന്ന ആ പാണക്കാട് തങ്ങളുടെ അത്രയും അധികാരമോ അല്ലെങ്കിൽ ഒരു ആളുകളെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവൊന്നും ഇപ്പോഴത്തെ തങ്ങൾക്കില്ല. പക്ഷേ അപ്പോഴും പാണക്കാട് കുടുംബത്തിലെ ഒരാൾ എന്ന നിലയിൽ അവരെന്തൊക്കെയോ മഹത്വം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ടീമാണ്. ആ വ്യക്തിയുടെ കോലമാണ് SNDPക്കാർ മലപ്പുറത്തിട്ട് കത്തിച്ചത്. അതിനുശേഷം ശരിക്കും കുരുപൊട്ടി അവരുടെ. അപ്പോൾ അതാണ് SNDP എന്ന് പറഞ്ഞാൽ SNDPയും അവരുടെ അംഗങ്ങളുമൊക്കെ. അവർക്ക് പല കാര്യത്തിലും വെള്ളാപ്പള്ളിയോട് വിയോജിപ്പൊക്കെ കാണും. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് അവരുടെ ജനറൽ സെക്രട്ടറിയുടെ മുഖത്ത് കരിയോലടിച്ചിട്ടൊക്കെ ഇതിന് വഴി ഇറങ്ങി നടക്കാമെന്ന് ഒരു ജിഹാദിയും സ്വപ്നം പോലും നടക്കരുത്, സമ്മതിക്കില്ല. ഇതൊക്കെ വെറുതെ ഡയലോഗ് അടിക്കാമെന്നല്ലാതെ അതിന് തൻ്റെ ഇടമുള്ള ഒരു ജിഹാദിയും ജനിച്ചിട്ടില്ല, ഇങ്ങോട്ട് ജനിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറഞ്ഞ് എതിർക്കുകയോ പുള്ളിയെ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്തോളൂ. പക്ഷേ SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ മുഖത്ത് കരിയോലിരിക്കുന്നവന് ക്യാഷ് അവാർഡ് തരാം, സമ്മാനം തരാം എന്നൊക്കെ പറഞ്ഞാൽ ആ സമ്മാനം മേടിക്കാൻ ചിലപ്പം സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ട് വരാനും ആൾ കാണത്തില്ല, കൊടുക്കാനും ആൾ കാണത്തില്ല. അതിനൊക്കെ ഉള്ള ആൾ ബലവും മറ്റുമൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് അത്തരം ഭീഷണിയും മറ്റുമൊക്കെ നിങ്ങളുടെ കയ്യിലങ്ങ് വെച്ചാൽ മതി. പിന്നെ വെള്ളാപ്പള്ളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നതിനകത്ത് പലപ്പോഴും കാര്യമുണ്ട് എന്ന് മലയാളിക്ക് അറിയാം. അയാളുടെ ഭാഷ പലപ്പോഴും കുറച്ച് പരുഷമായി പോകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇല്ലാത്ത കാര്യമൊന്നുമല്ല അവിടെ പറയുന്നത്, ഉള്ള കാര്യം തന്നെയാണ് എന്നത് യാഥാർത്ഥ്യമാണ്.
മുഖ്യമന്ത്രിയുടെ കൂടെ കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വരെ പറ്റുന്ന ഒരാൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മലപ്പുറത്ത് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും അനുമതി വാങ്ങിയെടുക്കാൻ പറ്റിയില്ല എന്നത് ആരുടെ കുറ്റമാണ് എന്ന് ആ സമുദായമാണ് ചിന്തിക്കേണ്ടത്. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ ആ കൂട്ടർക്ക് ഏതാണ്ട് 50-ന് മുകളിൽ എയ്ഡഡും അൺഎയ്ഡഡുമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി കിട്ടിയപ്പോൾ SNDPക്ക് കേവലം ഒരെണ്ണം മാത്രമാണ് കിട്ടിയത്. SNDPയുടെ അംഗങ്ങളായിട്ടുള്ള ഈഴവരാണ് ഈ CPMൻ്റെ അടിത്തറ വോട്ടെന്നത്. അവരുടെ വോട്ടില്ലെങ്കിൽ ആടാപടലം പൊട്ടും CPM. അപ്പോൾ കഴിഞ്ഞ 10 വർഷവും CPMനെ അധികാരത്തിലിരുത്തിയത് വോട്ടുകുത്തി യന്ത്രങ്ങളായ ഈ കൂട്ടരാണ്. അവരുടെ വോട്ടും വാങ്ങിയിട്ട് 10 വർഷത്തോളം ഭരിച്ചിട്ടും വെള്ളാപ്പള്ളിക്കോ വെള്ളാപ്പള്ളിയുടെ സമുദായത്തിനോ മലപ്പുറത്ത് ഇതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അനുമതി കിട്ടുന്നില്ല എങ്കിൽ അതിന് പിന്നെ ആരെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ ഇത്ര കാലം ആർക്കാണ് വോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്? ഇത് ഗതികെട്ടപ്പോഴാണ് വെള്ളാപ്പള്ളി ഇത് വിളിച്ചു പറയുന്നത്. അപ്പോൾ കണക്കുകൾ വെച്ച് വിളിച്ചു പറയുമ്പോൾ വെള്ളാപ്പള്ളിയെ വർഗീയവാദിയാക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ പറയുന്നു. ഇതിലും കടുത്ത പരാമർശങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലേ? ഇവിടെ നിയമപ്രകാരം വിവാഹിതരായതാണ് മുഖ്യമന്ത്രിയുടെ മകളും റിയാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസും. ആ വിവാഹത്തിനെ പറ്റി എന്തൊരു മ്ലേച്ഛമായ പരാമർശമാണ് ഒരു മുസ്ലിം നേതാവ് നടത്തിയത്, അതും ലീഗിൻ്റെ നേതാവ്. അത് വിവാഹമല്ല വ്യഭിചാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് പക്ഷേ വെള്ളാപ്പള്ളി അതിനെതിരെ പ്രതികരിക്കേണ്ടതായിരുന്നു, ചെയ്തില്ല. കാരണം വെള്ളാപ്പള്ളിയുടെ സമുദായത്തിലുള്ള ആളുകളാണ് ഈ പിണറായി വിജയനും അതെ പിണറായി വിജയൻ്റെ മകളും അതെ. അവർക്ക് ജാതിയില്ല മതമില്ല ദൈവമില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അവർ ഏത് കൂട്ടരാണോ അതുകൊണ്ട് മാത്രമാണ് ഈഴവ സമുദായം ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെ ആരും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അന്ന് പക്ഷേ വെള്ളാപ്പള്ളി അതിനെതിരെ പ്രതികരിച്ചില്ല. പിന്നെ മറ്റൊരവസരത്തിൽ ശിവപാർവതിമാരെ അപമാനിക്കുകയുണ്ടായി സമസ്തയുടെ ഒരു നേതാവ്. പിന്നെ അയാൾ മാപ്പ് പറഞ്ഞു. അവിടെയും വെള്ളാപ്പള്ളി ഒന്നും പ്രതികരിച്ചില്ല. പ്രതികരിക്കേണ്ടതായിരുന്നു. കാരണം ശ്രീനാരായണ ഗുരു ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠ നടത്തിയത് ശിവൻ്റെയാണ്. ശിവപ്രതിഷ്ഠയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ആരാധിച്ചിരുന്ന ദൈവം ശിവനാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ശിവനെയും പാർവതിയെയും ഒരു സമസ്തയുടെ ഒരു നേതാവ് അപമാനിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കേണ്ട ഈഴവ സമുദായത്തിൻ്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടതായിരുന്നു. ആ സമുദായം പ്രതികരിക്കേണ്ടതായിരുന്നു. അന്നേരം ഒന്നും ചെയ്തില്ല. ഇതുപോലെ പല അവസരത്തിലും കൃത്യമായി പ്രതികരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഇവറ്റകളൊന്നും ഇങ്ങനെ വാലുപൊക്കില്ലായിരുന്നു. ഇപ്പോൾ SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ മുഖത്ത് കരിയോരൊഴിക്കണം, അങ്ങനെ ഒഴിച്ചിട്ട് വരുന്നവന് കാശ് തരാമെന്ന് വരെ പറയാൻ അവരുടെ നാവ് വളർത്തിയത് ആരാണ് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ആളുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുകൂടി വോട്ട് കൊടുത്താൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓർക്കൂ, 10 വർഷം കൊണ്ട് പിണറായി വിജയനും ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നു. ആ 10 വർഷത്തിനിടയിൽ മലപ്പുറത്ത് SNDPയുടെ ഒരു സ്ഥാപനം വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് അനുമതി കിട്ടിയില്ല. അപ്പോൾ ആരായിരിക്കും അതിന് തടയിട്ടുകൊണ്ടിരുന്നത്? എന്തായാലും മുസ്ലിം ലീഗ് ആയിരിക്കില്ല. കാരണം മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണുള്ളത്, UDFൻ്റെ കൂടെയാണല്ലോ. അപ്പോൾ അക്കാലം അത്രയും ഇവർക്ക് വോട്ട് തരാമെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ നിന്ന സമസ്തയും മറ്റ് ടീമുകളായിരിക്കണം ഒരുപക്ഷേ ഇതിനെ തടഞ്ഞുകൊണ്ടേയിരുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ അവിടെയും ഇവിടെയുമായിട്ട് അവർ നിൽക്കും, ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമായിട്ട് നിൽക്കും. അതിനുശേഷം അവരിപ്പോൾ ഇതാ UDF അടുത്ത തവണ അധികാരത്തിലെത്താൻ വരുന്നു എന്നൊരു തോന്നലിൽ എല്ലാവരും അടപടൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇടതുപക്ഷത്തിന് മനസ്സിലായേ തങ്ങൾ കൃത്യമായും തേഞ്ഞു പോയെന്ന്. അതിനൊപ്പം തന്നെ ഈഴവ വോട്ടുകളിൽ നല്ലൊരു ശതമാനം BJPയിലേക്കും പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഇവർക്ക് പ്ലേറ്റ് മാറ്റേണ്ടി വന്നത്. ഇത് കൃത്യമായിട്ടും ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത്തരം കടുത്ത വാക്കുകളുമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ ചൊറിഞ്ഞുകൊണ്ട് ചില മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ഓരോ ചോദ്യം മറ്റും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ശൈലിയിൽ അദ്ദേഹം മറുപടി കൊടുത്താണ്. അയാളുടെ പേരോ അയാൾ ഏത് മതസ്ഥനാണെന്ന് പോലും ഒരുപക്ഷേ വെള്ളാപ്പള്ളിക്ക് അറിയില്ല. പക്ഷേ അയാളെ തീവ്രവാദി എന്ന് വിളിച്ചു. അതിനുശേഷം അയാളുടെ മതം മറ്റുള്ളവർക്ക് അറിയാമല്ലോ. അത് വെച്ചിട്ട് കോൺഗ്രസ്സിലുള്ള അതേ മതസ്ഥരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അതേ മതസ്ഥരും മുസ്ലിം ലീഗിനും SDPയിലുള്ളവരെല്ലാം കൂടെ വെള്ളാപ്പള്ളിക്ക് എതിരെ തിരിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ നമുക്ക് കൃത്യമായിട്ടും അറിയാം ആരാണ് മതം തിരഞ്ഞ് ഒന്നിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തത് എന്ന് നമുക്കറിയാം. ഇനി അയാളെ തീവ്രവാദി എന്ന് വിളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാളെ തീവ്രവാദി എന്ന് വിളിച്ചത് ഒട്ടും തെറ്റല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മീഡിയ വണ്ണിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനം അയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പോസ്റ്റിനൊക്കെ അയാൾ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം അയാൾക്കുണ്ടെങ്കിൽ അയാൾ തീവ്രവാദി തന്നെയാണ്. കാരണം അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ മുമ്പ് പലതവണയും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ളതാണ്, ഇവിടെ തന്നെ നിരോധിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പോലും നിരോധിക്കാൻ വേണ്ടി പോയൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായം നമുക്കറിയാം. അവർ തീവ്രവാദ സംഘടന തന്നെയാണ്. അപ്പോൾ അത്തരം ആളുകളോട് ആഭിമുഖ്യമുള്ള ഒരുത്തനെ തീവ്രവാദി എന്ന് വിളിച്ചതിൽ ഒരു തെറ്റുമില്ല. ആ അർത്ഥത്തിൽ നോക്കി അത് ശരിയാണ്. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളെ തീവ്രമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ അയാളെ തീവ്രവാദി എന്ന് വിളിച്ചത്, അല്ലാതെ അയാളുടെ മതം എനിക്കറിയില്ല എന്ന് പറയും. അതെന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ. ഇപ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇടതുപക്ഷമായിട്ട് നിൽക്കുന്നത് CPM ആയിട്ട് നിൽക്കുന്നത് പിണറായി വിജയനെ 2 തവണ ഭരിക്കാൻ പറ്റിയത് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കൊണ്ടാണ്. ആ വോട്ട് നിങ്ങൾ കൊടുക്കുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് നിങ്ങൾ ആരോപിക്കുന്ന പോലെ അയാളുടെ കുടുംബത്തിന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആത്യന്തികമായി SNDPക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടുമ്പോൾ വേറെയും കുറേ ആ സമുദായങ്ങൾക്ക് നേട്ടമുണ്ട്. അതിനെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞല്ല നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് തന്നെ ആ ബോധ്യം ഉണ്ടാവണം. അങ്ങനെ ഗുണം കിട്ടുമായിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മലപ്പുറത്ത് തുടങ്ങാൻ കഴിഞ്ഞ 10 വർഷത്തിനടക്ക് പറ്റിയില്ല എങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ കൂട്ടരെ പിന്നെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്?
ഇനി എന്നോട് ചോദിക്കുകയാണ്, എന്നോട് നേരിട്ട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് മതഭ്രാന്തർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. എൻ്റെ മതമാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആരാണോ മറ്റുള്ളവരെ മതം മാറ്റാൻ നടത്തുന്നവർ അവരാണ് മതഭ്രാന്തർ, അല്ലാതെ അത് ചെറുക്കുന്നവരല്ല. ആരാണോ മതം മാറ്റാൻ വേണ്ടി നടക്കുന്നവർ അവരാണ് മതഭ്രാന്തർ.